അപ്പൊ സംഘപരിവാർ യഥാർത്ഥത്തിൽ ഈ എതിർപ്പിലൂടെ എന്താ പറയുന്നത്? ആ വംശഹത്യയുടെ ചോരക്കറ പുരണ്ട കൈകൾ ഞങ്ങളുടേതാണ്, ഞങ്ങളുടേത് മാത്രമാണ് എന്നവർ സ്വയം വിളിച്ചു പറയുകയല്ലേ ചെയ്യുന്നത്. ഇതിന്റെ പേരിൽ ഇത്രയും സംഘപരിവാർ എന്തിനാണ് കോലാഹലമുണ്ടാക്കിയതെന്ന് അത്ഭുതമാണ് തോന്നിയത്. സിനിമ ഒരു കലാസൃഷ്ടി എന്ന നിലയിൽ അതിനെ നിരൂപണത്തിന് വിധേയമാക്കാം, വിമർശനത്തിനും വിധേയമാക്കാം, അതിന് തെറ്റൊന്നുമില്ല. പക്ഷെ രാഷ്ട്രീയ ഉള്ളടക്കത്തിന്റെ പേരിൽ ആണല്ലോ ഈ കോലാഹലം മുഴുവൻ ഉണ്ടാക്കിയത്. ഞാനതിൽ കണ്ട ഒരു സന്ദേശം എല്ലാ തരത്തിലുള്ള വർഗീയതയ്ക്കും എതിരായിട്ടുള്ളതാണ്. ഗുജറാത്ത് വംശഹത്യയെ മുൻനിർത്തി ഇരകൾക്ക് അഭയം കൊടുത്ത ഒരു കഥാപാത്രം ആ ഇരകളോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ അനുഭവിച്ചതും ഈ കണ്ടതുമൊന്നും മതത്തിന്റെയോ വിശ്വാസത്തിന്റെയോ പേരിലുള്ളതല്ല, ഇത് വെറും രാഷ്ട്രീയമാണ്. മതവും രാഷ്ട്രീയവും കലരുന്നൊരു ചേരുവ വളരെ മാരകമാണ്. സാധാരണഗതിയിൽ അതിനെ തികഞ്ഞ വർഗീയവാദിക്കല്ലാതെ മറ്റൊരാൾക്ക് എതിർക്കാൻ കഴിയില്ലല്ലോ. യഥാർത്ഥ മതവിശ്വാസികൾക്ക് ആശ്വാസം നൽകുന്ന ഒരു പ്രസ്താവനയല്ലേ അത്? ഈ കൊടും ക്രൂരതകൾ, ചോരപ്പുഴകളൊന്നും മതമല്ല, വിശ്വാസമല്ല, അത് വെറും രാഷ്ട്രീയമാണ് എന്ന് പറയുമ്പോൾ മതത്തിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചവർക്ക് മാത്രമേ പൊള്ളേണ്ട കാര്യമുള്ളൂ. അപ്പൊ സംഘപരിവാർ യഥാർത്ഥത്തിൽ ഈ എതിർപ്പിലൂടെ എന്താ പറയുന്നത്? ആ വംശഹത്യയുടെ ചോരക്കറ പുരണ്ട കൈകൾ ഞങ്ങളുടേതാണ്, ഞങ്ങളുടേത് മാത്രമാണ് എന്നവർ സ്വയം വിളിച്ചു പറയുകയല്ലേ ചെയ്യുന്നത്. മറ്റൊരു സന്ദർഭം കൂടിയുണ്ട്. ഈ വംശഹത്യയെ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ചെറുപ്പക്കാരെ എങ്ങനെ ഇന്ത്യാവിരുദ്ധരാക്കി ലഷ്കർ ഇ തോയ്ബ പോലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾ മാറ്റുന്നു എന്നതും ആ സിനിമ കാണിക്കുന്നുണ്ട്. ആത്യന്തികമായ സിനിമയുടെ സന്ദേശം എന്താ? രണ്ട് വർഗീയതകളും രണ്ട് തീവ്രവാദവും എങ്ങനെയാണ് പരസ്പരം സഹായിച്ചു വളരുന്നത് എന്നതാണ്. ഒന്നുണ്ടെങ്കിലേ മറ്റൊന്നുള്ളൂ, ഒന്നില്ലെങ്കിൽ മറ്റൊന്നില്ല എന്നൊരു ധ്വനി, രാഷ്ട്രീയ ധ്വനിയാണ് അതിനുള്ളത്. അതിനെ എതിർക്കുക വർഗീയവാദികളും തീവ്രവാദികളും അല്ലാതെ മറ്റാരാ? ഇപ്പൊ കാശ്മീർ ഫയൽസും കേരള സ്റ്റോറിയും ആഘോഷമാക്കിയവർ ഇതിനെതിരെ ആക്രോശിക്കുന്നുവെങ്കിൽ അതിന്റെ കാരണം മറ്റത് രണ്ടും പോലെ പ്രൊപ്പഗാൻഡ സിനിമയല്ല. ഇത് രണ്ട് വർഗീയതകളെയും ഒരുപോലെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നു എന്നതാണ്. ഏറ്റവും ഒടുവിൽ പടം കണ്ടപ്പോ ഇത്രയധികം വിവാദത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും ഞാൻ ചോദിക്കുന്ന ആ വിവാദത്തിലൂടെ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഗുജറാത്ത് വംശഹത്യയുടെ ചോര പുരണ്ട കൈകൾ ഞങ്ങളുടേതാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കില്ലേ? നോക്കൂ, അതെ, ബജ്രംഗി എന്നുള്ള പേരൊഴിച്ചാൽ അത് അയാൾ ഈ കൂട്ടക്കൊലകളുടെ സൂത്രധാരന്മാരിൽ ഒരാളാണെന്ന് നമ്മൾ മാധ്യമങ്ങളിലൊക്കെ വായിച്ച് അറിഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പ്രത്യക്ഷമായിട്ടുള്ള എന്തെങ്കിലും പരാമർശങ്ങൾ അതിനകത്തുണ്ടോ? ഉണ്ടോ? ഞാൻ നോക്കുമ്പോൾ പഴയ വാജ്പേയിയുടെ ഒരു പ്രസ്താവന ഓർമ്മ വന്നു. അതുപോലൊരു പരാമർശം പോലും ഇല്ല. രാജധർമ്മം മറന്ന ഭരണാധികാരിയെക്കുറിച്ച് അന്നത്തെ പ്രധാനമന്ത്രി വാജ്പേയി പറഞ്ഞിട്ടുണ്ട്. അതുപോലൊരു പരാമർശം പോലും നേരിട്ട് ബന്ധിപ്പിക്കുന്നതായിട്ടൊന്നുമില്ല. അപ്പൊ അവർ സ്വയം വിളിച്ചു പറയല്ലേ ചെയ്തത്, ഇത് ഞങ്ങളെ ഉദ്ദേശിച്ചാണ്, ഞങ്ങളെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് പറയുന്ന സ്ഥിതിയല്ലേ കാണുന്നത്. മാത്രമല്ല, രണ്ട് വർഗീയതയും പരസ്പരം ആശ്രയിച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിനോട് ഇവർക്ക് എതിർപ്പുണ്ടോ? ലഷ്കർ ഇ തോയ്ബ എന്താണ് ചെയ്യുന്നത് എന്നും ഈ സിനിമയെ കാണിക്കുന്നുണ്ട്. അതിനെ കൂടിയാണോ ഇവർ എതിർക്കുന്നത്? ഈ ഏറ്റവും ആശമാരുടെ സമരം അവിടെ നടക്കുന്നുണ്ട്. ചില പഞ്ചായത്തുകളും നഗരസഭകളും ഒക്കെ അപ്പോൾ പൈസ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. നിയമപരമായ വല്ല പ്രശ്നങ്ങളുണ്ടോ? അതായത് ഈ നേരത്തെ ഒരിക്കൽ പെർമിറ്റ് ഫീ വർദ്ധിപ്പിച്ചപ്പോൾ പ്രതിപക്ഷ ഭരിക്കുന്ന ഒരുപാട് തദ്ദേശ സ്ഥാപനങ്ങൾ പ്രമേയം പാസാക്കി അയച്ചിരുന്നു, ഓർക്കുന്നുണ്ടാവും. ഈ പെർമിറ്റ് ഫീ കുറയ്ക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തുടർച്ചയായിട്ട് പ്രമേയം പാസാക്കി അയച്ചു. പ്രമേയം പാസാക്കിയപ്പോൾ അവരാരും വിചാരിച്ചു കാണില്ല സർക്കാർ ഇത് കുറയ്ക്കുമെന്ന്. ഇനി അഥവാ കുറച്ചാൽ മുൻകാല പ്രാബല്യം കൊടുക്കുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടാവില്ല. പക്ഷെ ഗവൺമെന്റ് മുൻകാല പ്രാബല്യത്തോടെ കുറച്ചു. അധികം വാങ്ങിയ പൈസ തദ്ദേശ സ്ഥാപനങ്ങളോട് വാങ്ങിയവരോട് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഈ പ്രമേയം പാസാക്കിയവർ വളരെ പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല, ഇതുവരെ കൊടുത്തിട്ടില്ല. അന്ന് അതിന്റെ പഴി മുഴുവൻ ആർക്കായിരുന്നു? സർക്കാരിനായിരുന്നു. സർക്കാരിന്റെ കൊള്ള എന്നാണ്. ചില്ലിക്കാശ് സർക്കാരിന്റെ ഇല്ല, ഇവർക്കാണ്. ഇവര് കാശ് വാങ്ങി വെച്ചിരിക്കുകയാണ്. അതുപോലൊരു രാഷ്ട്രീയ അഭ്യാസം മാത്രമാണത്. തനത് ഫണ്ടിൽ നിന്ന് സാധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗീകാരം നേടാത്ത ഒന്നും ചെലവഴിക്കാൻ പറ്റില്ല, ഒന്നിനും വിനിയോഗിക്കാൻ പറ്റില്ല. പിന്നെ പദ്ധതിയിൽ ഉൾപ്പെടുത്താത്തതാണെങ്കിൽ സർക്കാരിന്റെ അനുമതി വേണം. സർക്കാരിന്റെ അനുമതിയല്ല, യഥാർത്ഥത്തിൽ വികേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ കോർഡിനേഷൻ കമ്മിറ്റിയാണ് അനുമതി കൊടുക്കേണ്ടത്. അല്ല, സംസ്ഥാന തലത്തിലുള്ള കോർഡിനേഷൻ കമ്മിറ്റി. അതിലെല്ലാ വകുപ്പുകളുടെയും പ്രതിനിധികളുണ്ടാവും.
ആ കോർഡിനേഷൻ കമ്മിറ്റി സാധാരണ സ്വീകരിച്ചു വരുന്നൊരു മാനദണ്ഡം ആവർത്തന ചെലവുകൾക്ക് ആവർത്തന സ്വഭാവമുള്ള ചെലവുകൾ ഉൾപ്പെട്ട കാര്യങ്ങൾക്ക് സാധാരണ അതിൽ പ്രോത്സാഹിപ്പിക്കാറില്ല.